ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. നമ്മുടെ കണ്ണൂർ പുതിയാപ്പിളമാർക്ക്, കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിലാണ് കേട്ടോ പുതിയാപ്പിളമാർക്ക് രാവിലെ കൊടുക്കുന്ന ചായയും കടിയും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു പാർട്ട് 1 വേർഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിൽ സ്വീറ്റ് ആയിട്ടുള്ള വേർഷൻ. ആ ഒരു ടൈമിൽ കുറേ റിക്വസ്റ്റ് വന്നതാണ് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയാപ്പിളമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വേർഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയാപ്പിളമാർക്കും സ്പെഷ്യൽ എന്ന് എടുത്ത് പറയുന്നത് പണ്ട് മുതൽക്കേ ആ ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാവർക്കും കഴിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടാണ് കേട്ടോ. മുട്ട വരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഞാനിതൊരു പാനിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് മുട്ടയൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയാപ്പിള സ്നാക്സ് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട, ബ്രെഡ്, പഴം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട ഇനി നല്ലപോലെ അറിയാമല്ലോ എല്ലാവർക്കും, അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇതാ മുട്ട ഞാൻ മൊത്തത്തിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഓരോരോ വര ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് മുട്ട ഞാൻ ഇത് വരിഞ്ഞ് പൊരിക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ വരഞ്ഞ് പൊരിക്കുക എന്നാണ് കേട്ടോ പറയുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ മുട്ട വരിഞ്ഞ് പൊരിച്ചത് അല്ലെങ്കിൽ മുട്ട കരന്ന് പൊരിച്ചതെന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ പറയുന്ന ഓരോ പേരുണ്ടാവുമല്ലോ ഓരോരോ സ്നാക്കിന്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഈ ഒരു ഞാൻ കാണിക്കുന്ന സ്നാക്സിൻ്റെ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് വര ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കാനുള്ള ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതിയൊക്കെ മതി കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരല്പം മതി ചെറിയ രീതിക്ക്. എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ വേണ്ട. മസാല നമുക്ക് മുട്ടയിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരിടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. എന്നിട്ടെല്ലാം കൂടി ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ളൊരു പേസ്റ്റാക്കി മാറ്റിയെടുക്കുക കേട്ടോ. ഓവർ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ടയിൽ മസാല പിടിച്ച് കിട്ടില്ല, പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങ് പോയി പോവും. അതിനുശേഷം നമ്മൾ വരയിട്ട് വെച്ചിട്ടുള്ള മുട്ട മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ മുട്ടയിൽ പിടിച്ചോളും. അപ്പോൾ ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, നിർബന്ധമൊന്നുമില്ല, അത് തന്നെ ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നമുക്കിത് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട വരിഞ്ഞ് വെച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1-2 സ്പൂൺ മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കിട്ടില്ല. അതായത് ആ ഒരു എണ്ണയിലേക്ക് മൊത്തത്തിൽ ആ മസാലയൊക്കെ പോയി പോകും. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇത് മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എണ്ണ ചൂടായാലും. അപ്പോൾ ഇതിലേക്ക് നെയ്യ്, ഓയിൽ എന്തും എടുക്കുക കേട്ടോ, ഇഷ്ടമുള്ളതനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ നമ്മൾ സ്പൂണ് കൊണ്ട് ഇളക്കുന്നത് നല്ലത്. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ പാന് കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമല്ലോ, തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ ഒന്നുകൂടി നല്ലത്. നിങ്ങൾക്ക് ഇങ്ങനെ ഏലില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്ത്, അത് ചിലവർക്ക് ഭയങ്കര നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണ്ടി വരും, ചിലവർക്ക് സോഫ്റ്റായിട്ട് ആ ഒരു മുളകിൻ്റെ പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നവരെ ഫ്രൈ ആക്കിയുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട വരിഞ്ഞ് വെച്ചത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ പുതിയാവുന്നൊരു സ്നാക്കാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇത് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബ്രെഡ് കൊണ്ടുള്ള ഒരു ബ്രെഡ് വാട്ടി, അതായത് റൊട്ടി വാട്ടിയെന്ന് നമ്മൾ പറയും. ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരെണ്ണം വലുപ്പമുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ, ഒരു 3-4 ഇലയോളം മതി. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഇതിനൊന്നും കറക്റ്റ് ഒരു അളവൊന്നുമില്ല, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്രെഡ് വാട്ടുന്ന സമയത്ത് പാലുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും, ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുത്തിട്ട് നല്ലതായിട്ട് പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ എല്ലാം കൂടി. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബ്രെഡ് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസ് ഒരു മിക്സായിട്ടാണ് ഉണ്ടാവുക, ഒരു ഗ്രീൻ കളറിലുള്ള മിക്സാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് വാട്ടിയേക്ക്.
ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബ്രെഡ് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതൊരു പാനിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് അങ്ങനെ കറക്റ്റ് പറയാനൊന്നുമില്ല, എല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ എണ്ണ വേണ്ടവർക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി, നെയ്യോ ബട്ടറോ ഏതായാലും എടുക്കുക, ഓയിലും വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, നെയ്യിലും ബട്ടറിലും ചെയ്യുന്നതിനാണ് ടേസ്റ്റ്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മിക്സിലേക്ക് നന്നായിട്ട് ബ്രെഡ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് ഇടുക കേട്ടോ, ഓവർ കൂട്ടി വെക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കുക. ആ ഒരു മുട്ടയുടെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ, തിരിച്ചു മറിച്ച് വിട്ടിട്ട് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ബ്രെഡ് വാട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി സ്പൈസി ആയിട്ട്. പക്ഷേ ഞാനിതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്, നല്ല ഫ്ലേവറായി ഈ ഒരു ബ്രെഡ് വാട്ടി. ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് കണ്ടില്ലേ, ചെറുതായിട്ടൊരു ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് മുകളിലായി ഒന്നങ്ങ് മൊരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള മൊത്തത്തിൽ ബ്രെഡ് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ പുതിയാപ്പിള ചായക്കടി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 സ്പൈസി ഐറ്റമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സ്വീറ്റ് എന്തായാലും വെക്കണം കേട്ടോ, അങ്ങനെയാണ് പൊതുവേ കൊടുക്കാറ്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കായ്ക്കൃത് കേട്ടോ, നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതാ 3 നേന്ത്രപ്പഴം ഇതുപോലെ അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ കായ്പോളൊക്കെ കട്ട് ചെയ്യല്ലോ, ഒന്നിനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് 4 ആക്കിയിട്ട് കട്ട് ചെയ്യുക അങ്ങനെ കേട്ടോ. ഇനി ഇതാ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ നെയ്യിൻ്റെ അളവോ അങ്ങനെയൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, കാരണം എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഇത് കൂടിയെന്ന് വിചാരിച്ചോ കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ, നെയ്യും പഞ്ചസാരയൊന്നും. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പഴം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പഴം ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ ഷെയ്ഡും മാറാൻ തുടങ്ങുമല്ലോ, അതുവരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം, മറക്കരുത്. അങ്ങനെ ഇതാ നമ്മുടെ പഴം കണ്ടില്ല, ഈ ഒരു രീതിക്ക് വാടി വന്നാൽ മതിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ. ഇത്രയായതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണൊക്കെ എടുക്കുന്നുണ്ട്, അത് ഓരോരുത്തരുടെ പഴം എടുക്കുന്നതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നടുവേ ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 വലിയ പഴം എടുത്തതുകൊണ്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവിൽ വ്യത്യാസമൊക്കെ വരുത്തായിട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. മുട്ടയൊന്ന് നമുക്ക് വെന്ത് വരണം, ആ ഒരു മുട്ടയുടെ പശപ്പൊക്കെ മാറിയിട്ട് ഒന്ന് ഡ്രൈ ആയി എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണം കേട്ടോ, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാ നമ്മുടെ കായ്ക്കൃത്ത് റെഡി ആയിട്ടുണ്ട്, ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാനേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് ഇടിമുട്ടയാണ് കേട്ടോ, ഈ ഒരു കോംബോയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇടിമുട്ട ഓൾറെഡി ഞാൻ വീഡിയോ ഡീറ്റെയിൽഡ് ചെയ്തതാണ് കേട്ടോ, അതായത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ പാർന്നൊഴിക്കുന്ന മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു തട്ടിലേക്ക് ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓയിലോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഓരോരോ മുട്ടയായിട്ട് ഇതുപോലെ ബൗളിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്, എളുപ്പത്തിൽ കഴിയുമല്ലോ, അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഓരോ കുഴിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് വേണ്ടത്ര ചെയ്യാം. പിന്നെ ഒരു കാര്യം, മുട്ടയുടെ റെസിപ്പിന് ഞാൻ ഇതിൽ 2 എണ്ണം കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ 2 ഒന്നിച്ച് നമ്മൾ സെർവ് ചെയ്യൂല കേട്ടോ. ഞാനിതിപ്പോൾ സ്പൈസി ആയിട്ട് മുട്ട 2 രീതിയിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഇത് മൊത്തത്തിൽ മുട്ടയൊക്കെ ഒഴിച്ച് ഞാൻ ഇഡ്ഡലി തട്ടി ഇതുപോലെ സ്റ്റീമറിൽ ഞാൻ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ടൈറ്റായിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മതി കേട്ടോ, മുട്ട വേവാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് ഏതാണ്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ട കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്, ആ ഒരു മഞ്ഞൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പതുക്കെ ഇതുപോലെ സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ട് കൗണ്ടറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ കേട്ടോ, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഇടിമുട്ട കണ്ടില്ല, ഞാൻ ഇഡ്ഡലി തട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒന്നും പൊട്ടിപ്പോവും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കിയിട്ടില്ലേ, ആ ഒരു മുട്ട വരിഞ്ഞ് പിടിച്ചതിൻ്റെ സെയിം മസാല തന്നെയാണ് കേട്ടോ ഇതിലേക്കും വേണ്ടത്, തിക്കായിട്ടുള്ളൊരു പേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാമല്ലോ, മഞ്ഞൾ, മുളക്, ഉപ്പ്, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മസാല റെഡിയാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൂസായി പോകരുത് കേട്ടോ, അപ്പം മുട്ടയിൽ പിടിച്ച് കിട്ടില്ല മസാല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഫ്രൈ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ മുട്ട ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഫസ്റ്റ് മുട്ട വരിഞ്ഞ് വെച്ചത് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ ഒട്ടും തന്നെ കൂടരുത് കേട്ടോ. എണ്ണ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ചും മറിച്ച് ഇടുന്ന സമയത്ത് ഈ മുട്ടയുടെ മുകളിൽ നമ്മൾ തേച്ചിട്ടുള്ള മസാലയിൽ അത് മൊത്തം എണ്ണയിൽ അങ്ങ് കലങ്ങിപ്പോകും കേട്ടോ. മുട്ടയുടെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലരും പറയുന്ന സംശയമാണ് മുട്ട വരിഞ്ഞ് വരിക്കുന്ന സമയത്ത് മസാല പിടിക്കുന്നില്ല എന്നുള്ളത്. അത് ആ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മുളകിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നവർ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇടിമുട്ട റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ, ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇത് പുതിയാപ്പിള സ്പെഷ്യൽ ചായയും കടിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാലും വേണം ചായയും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ രണ്ടും ഇതുപോലെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ചായയുടെ കൂടെ പാല് കഴിക്കില്ല, അന്നേരം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് കേട്ടോ കഴിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് നല്ല അടിപൊളി പാലും നല്ല കട്ടുപ്പത്തിലൊരു അടിപൊളി ചായയും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. എന്നാലും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ കറക്റ്റ് ആവണമല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സ് മൊത്തത്തിൽ ഞാൻ ഇത് സെർവ് ചെയ്ത് വെച്ചിട്ട് നല്ല കളറായിട്ടിരിക്കുന്നത് കഴിക്കാനാണ് വേറെ ലെവലാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയും, ഇതൊരു പുതിയാപ്പിള സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് പുതിയാപ്പിൾക്ക് മാത്രം കൊടുക്കുന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പണ്ട് മുതലേ ഉള്ള ഒരു ഇതിൽ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പീസാണ് കേട്ടോ. ഓരോന്നും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ തന്നെ ഞാൻ പാലും ഒരു സൈഡിൽ ചായയും ഒക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നല്ല കളറായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ കാണാൻ തന്നെ, കഴിക്കാനും അതിലേറെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്